മട്ടൻ കറിയാണ് കേട്ടോ ഇന്ന്. മട്ടൻ മേടിച്ചോളുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ. എണീറ്റിട്ടുള്ളൂടെ ഇന്ന് സൺഡേ അല്ലേ. പിന്നെ ചായക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണാം. ഞായറാഴ്ച ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് നേരത്തെ എണീക്കാൻ പറ്റില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ പോയി ഇന്ന് ഞായറാഴ്ചയാണ്, പിന്നെ അവധിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് വൈകി എണീറ്റാൽ മതി എന്നൊരു തോന്നലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ സൂചിച്ചായിട്ട് മട്ടൻ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. കുറേ നാളായി നമ്മൾ മട്ടൻ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് തിന്നാനൊരു ആഗ്രഹം. അതിനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ മട്ടൻ മേടിക്കാനായിട്ട്. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതേ മട്ടൻ മേടിക്കാൻ പോയി വരുന്ന വഴി സൂചിച്ചേട്ടൻ എന്ത് ചെയ്തു, ഉഴുന്നുവട മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ ചായയുടെ കൂടെ കഴിച്ചത് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 9:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ നാളേക്കുള്ള നമ്മുടെ പച്ചരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് ചപ്പാത്തി മട്ടൻ കറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ചും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് കുഴച്ച് വെച്ച് ഏകദേശം ഒരു 2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരുന്ന ചപ്പാത്തി കിട്ടും കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഒരു സംഭവം ഞാൻ വിംബീസിൽ നിന്ന് വാങ്ങിച്ചാണ്. ഗീ ബ്രെഡ് എന്നാണ് ഇതിൻ്റെ പേര്. വിംബീസുകാരെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വിംബീസിൻ്റെ കവറാണ്. നല്ല ടേസ്റ്റാണ്. ആരെങ്കിലും മേടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കണേ. അപ്പോൾ അതേ നമ്മുടെ സവാള സംഭവങ്ങളൊക്കെ അരിഞ്ഞെന്ന് സൂചിച്ചാണ് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ പെരേക്കൊന്ന് അടിച്ചു വാരി ഇട്ടു. ഈ ഒരാഴ്ച ചെയ്യാത്ത എല്ലാ പണികളും ഞായറാഴ്ചത്തേക്കാണ് ഞാൻ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പണികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു കേട്ടോ. ബാത്റൂം കഴുകൽ, AC വൃത്തിയാക്കൽ, കാര്യം AC സംഭവങ്ങളൊക്കെ വൃത്തിയാക്കിയത് സൂചിച്ചാണ്. നിറയെ പൊടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുളിക്കാത്തത്. കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും കുളിക്കേണ്ടി വരും. അപ്പോൾ തന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷം കുളിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ടിരിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം നമ്മുടെ അനാപ്പുഴയിൽ താലാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. ഒരു 5-5:30 ആയി കഴിയുമ്പോൾ. പിന്നെ നമ്മുടെ പന്തലാൽക്കൽ അമ്പലത്തിലും ഉത്സവമാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് വേണം അനാപ്പുഴയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ദേ ഈ ഒരു മാവ് തൊടുമ്പോൾ തന്നെ അറിയാം നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു വെളിച്ചെണ്ണയുടെ കുത്തുണ്ടാവും കേട്ടോ. ഞാനീ കാണിക്കുന്നത് തുല്യമായിട്ട് ബാക്കിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ്. ചപ്പാത്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ. ഞാൻ പണ്ടെന്ന് പറയണത് ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കൽ എനിക്കൊരു മലയായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കിയാലും ശരിയാവില്ല. ഈ ഒരു പ്രസ്സിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ എക്സ്പേർട്ടാണ് കേട്ടോ. കറക്റ്റ് വട്ടം കിട്ടിയില്ലെങ്കിലും എന്നാലും നല്ല അടിപൊളി സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് ഞൊടിയിടയിൽ സാധിക്കും. കാരണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചപ്പാത്തി വളരെ ഇഷ്ടമാണ് കേട്ടോ ഇപ്പോഴായി. പിന്നെ അപ്പോൾ ചപ്പാത്തി ചോറാണ് ഇപ്പോൾ തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവം ഉള്ളത്. ചോറ് അങ്ങനെ അധികം ഇപ്പോൾ തിന്നാറില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ എന്ത് ചെയ്തു, ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. നമ്മൾ ആ എണ്ണയും അതേപോലെ തന്നെ കുറച്ച് അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചല്ലോ. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് നമുക്ക് ഈ പരത്തുമ്പോൾ തന്നെ മനസ്സിലാവട്ടെ. അതുണ്ടല്ലേ എൻ്റെ കൈയുടെ പാട് വരുന്നതാണ്. അപ്പം അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു സംഭവം എന്ന് പറയണത്. പിന്നെ ആശീർവാദത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ അതിന് കുറച്ച് ഒരു ക്വാളിറ്റി ഉണ്ടാകും. അതിനിടയ്ക്ക് സൂചിച്ചേട്ടൻ നാരങ്ങ വെള്ളം കലക്കുന്നുണ്ട് കാണുന്നത്. എന്ത് ചൂടാണെന്നറിയാം, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചൂടാണ്. ശരിക്കും മാർച്ച് ഫസ്റ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്കിപ്പോൾ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളങ്ങൾ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാനാണ് തോന്നുന്നത്. ഈ അടുക്കളയിൽ പ്രത്യേകിച്ച് ഭയങ്കര ചൂടാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു നാരങ്ങ വെള്ളം തന്നപ്പോൾ എൻ്റെ ദൈവമേ സ്വർഗം കിട്ടിയതിന് ഒരു തുല്യമായിരുന്നു കേട്ടോ. വലിയൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം അങ്ങനെ കുടിച്ചു തീർത്തു കേട്ടോ. നല്ലോണം ഐസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സൂചിയുടെ നാരങ്ങ വെള്ളം ഇങ്ങനെ വെള്ളം കലക്കൽ അങ്ങനെ സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. ഞാൻ ചപ്പാത്തി വരുത്തിയിട്ട് ആ കൈ പോലും കഴുകാണ്ടാണ് കേട്ടോ വെള്ളം കുടിച്ചു. കാരണം എനിക്ക് അത്രയ്ക്ക് പരവശം എടുക്കണമായിരുന്നു. അങ്ങനെ അപ്പം മക്കൾക്ക് ഇന്ന് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തുണ്ടായാലും കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയണ പോലെ ഇവർ ചപ്പാത്തി തിന്നില്ല. ചപ്പാത്തി തിന്നാലും 1-2 കഷ്ണമേ തിന്നുള്ളൂ. അപ്പോൾ അവർക്ക് വയറെന്നറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു കാടമുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ കാടമുട്ടയും കൊടുക്കുക, അതേപോലെ തന്നെ കഞ്ഞിയും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചോറ് ഒന്നും കൂടെ ഞാൻ കുക്കറിലിട്ട് നല്ലോണം അടിച്ചൊരു പരിവാക്കൂട്ടാം. പിന്നെ കാടമുട്ട ഒരു എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മട്ടൻ വേവിച്ചതുണ്ടായിരുന്നു. അതും കുറച്ചെടുത്തിട്ട് കൊടുത്തു കേട്ടോ. കാരണം ഈറ്റുങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം കഴിക്കുള്ളൂ കേട്ടോ. പക്ഷെ 2 പേർക്ക് ഇപ്പോൾ സുക്രൂനും വണ്ണം ഇല്ലെങ്കിലും സുക്രൂന് അത്യാവശ്യം ആരോഗ്യമുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് വണ്ണം വെക്കാത്തൊരു ടൈപ്പാണ്. എൻ്റെ ഒരു ടൈപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴേക്കതേ നമ്മുടെ മട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിവിടെ 6 to 7 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് അടിപൊളി വേവാണ്. ഒട്ടും വേവ് കുറഞ്ഞിട്ടുള്ള എന്നാൽ ഭയങ്കരമായിട്ട് വേവുമായിട്ടില്ല.
7 വിസിലാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി, ഇത് 1 കിലോന് മേലെയുണ്ട് ക്വാണ്ടിറ്റിക്കുള്ള ഒരു പാത്രം നമ്മുടെ കയ്യിലില്ല. അന്ന് ഞാൻ വെച്ച പാത്രം എന്ന് പറയുന്നത് അമ്മയുടെ ആയിരുന്നു, അത് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു അത്യാവശ്യം വലുതുള്ളത് ഈ ഒരു ചട്ടിയാണ്, അപ്പോൾ ചട്ടി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി, പച്ചമുളക്, പിന്നെ എന്നിട്ട് വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു. അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ മൂപ്പിച്ചു. നമ്മുടെ കുക്കറിൽ ഞാൻ എന്നിട്ടാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലിട്ടു. പിന്നെ എനിക്ക് ഉപ്പിടേണ്ടി വന്നിട്ടില്ല കേട്ടോ, 2 ഉപ്പിട്ടു. പിന്നെ എനിക്ക് എക്സ്ട്രാ ഉപ്പിടേണ്ടി വന്നിട്ടില്ല. പിന്നെ 2 ചെറിയ സവാളയും ഒരു 5-10 വലിയ ഉള്ളി, ചെറുള്ളിയിൽ അതും കൂടിയാണ് ഇട്ടത്. സവാള അധികം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരിക്കുന്നുള്ളൊരു ഫീലാണ്. ചെറുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞി തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വയ്ക്കുക. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ബീഫ് വെക്കണമല്ലോ ഒരുമിച്ച് അങ്ങോട്ട് കുക്കറിലിട്ടിട്ട് അങ്ങോട്ട് അടിച്ചാൽ മതി എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ കരുതി ഇതേപോലെ തന്നെ നല്ലോണം ചെയ്യാമെന്ന് വിചാരിച്ചു, എളുപ്പപ്പണി നോക്കാണ്ട് ഇതേപോലെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ എന്ത് ചെയ്തു, ഒരു പാത്രത്തിൽ ഞാൻ മല്ലിപ്പൊടി കേട്ടോ, മല്ലിപ്പൊടി ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി ബീഫ് എടുക്കുമ്പോൾ ഞാനൊരു 5 സ്പൂൺ മല്ലിപ്പൊടി ഇടാറുണ്ട്. ടേബിൾ അല്ലാട്ടോ, ഒരു കുഞ്ഞ് സ്പൂണാണ്. അപ്പോൾ ഇതിലൊന്ന് ഒരു 5 ഇടാന്ന് വിചാരിച്ച് 5 ഇട്ടു. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു. അതേപോലെ തന്നെ എന്തുട്ടാ നമ്മുടെ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, എല്ലാ പൗഡേഴ്സും ഞാൻ ഈ മല്ലിപ്പൊടിയുടെ കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിക്കാൻ കേട്ടോ. എല്ലാതും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നല്ല, ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. സെപ്പറേറ്റ് പൊടികൾ ഇടേണ്ട ഒരു കാര്യമില്ല. നമ്മൾ വേറൊരു ചട്ടിയിൽ ഇതൊക്കെ ഒന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. പിന്നെയുള്ള പ്രൊസീജിയർ മുഴുവൻ ചെയ്ത് സൂചിച്ചാണ് കേട്ടോ. സൂചിച്ചാണ് ഇങ്ങനത്തെ പ്രത്യേകിച്ച് മട്ടനൊക്കെ മേടിക്കുമ്പോൾ ആൾ അടുത്തുനിന്ന് പോകൂല, ആളുടെ കണ്ണ് വേണം എൻ്റെ എല്ലാത്തിനും. ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാലോ എന്ന് വെച്ചിട്ട്, കാരണം ഇച്ചിരി വില കൂടുതലാണേ മട്ടന്. അതുകൊണ്ട് സൂചിച്ചാണ് എൻ്റെ അടുത്തുനിന്ന് പോകില്ല. എന്തെങ്കിലും മണ്ടത്തരം, വെള്ളം കുറയോ വേവ് കുറയോ എന്നൊക്കെ പഠിച്ച് പേടിയാണ്. അങ്ങനെ എന്ത് ചെയ്തു, അതൊക്കെ നന്നായിട്ട് നമ്മുടെ സവാളയൊക്കെ മൂത്തരുമ്പി പൗഡേഴ്സ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മൾ ഓൾറെഡി മൂപ്പിച്ചതുകൊണ്ട് ഇനി ഇതിലിട്ട് അധികം മൂപ്പിക്കാൻ നിൽക്കണ്ട. പിന്നെ എന്തുട്ടാ, പിന്നെ നമ്മൾ വേവിച്ച സംഭവം ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറുക്ക് രൂപത്തിലാക്കി എന്നിട്ട് അത് മൊത്തം എടുത്തിട്ടു കേട്ടോ. പിള്ളേർക്കുള്ള മട്ടൻ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടു. എന്നിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ അതേ സുധിച്ചേട്ടൻ്റെ ഇളക്കലിൽ കുറച്ചൊക്കെ അങ്ങോട്ട് പോട്ടെ. പിന്നെ ഞാൻ കരുതും എനിക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ, അത് സഹായിക്കുമല്ലോ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവസാനം അങ്ങോട്ട് തുടച്ച് കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ എന്തിനാണ് ഇളക്കണേൻ്റെ കൂട്ടത്തിൽ കുറേ ചാറ് നിലത്തോട്ടും പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അത്യാവശ്യം ഓൾറെഡി വെന്തിട്ടുണ്ട്, അപ്പോൾ ഭയങ്കരമായിട്ട് ഇളക്കാൻ നിൽക്കണ്ട. അതേ നമ്മുടെ എന്തിട്ടാണ് മട്ടൻ കറി നല്ല അടിപൊളി പരിവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സൂചിച്ചേട്ടൻ തന്നെയാണ് കേട്ടോ ചപ്പാത്തി, കാരണം എനിക്ക് പുറംപണികൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ മട്ടൻ കറി ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ വേപ്പിലിട്ടിട്ടുള്ളത്. പിന്നെ ഈ വെള്ളം നോക്കണ്ട, കുറച്ചു നേരം കഴിയുമ്പോൾ ഈ വെള്ളം പറ്റും കേട്ടോ. അപ്പോഴേക്കതേ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ കരുതി കുളിച്ച് എല്ലാം സെറ്റായതിനു ശേഷം സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോൾ അച്ഛനും മക്കളും തമ്മിൽ ഇന്ന് ടെസ്റ്റ് മത്സരമാണ് കേട്ടോ, ക്രിക്കറ്റാണ്. സൂചിച്ചാൽ ഒരു ക്രിക്കറ്റ് ഭ്രാന്തനാണ്. ക്രിക്കറ്റ് മാത്രമല്ല ഫുട്ബോൾ എല്ലാതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ തുമ്പിക്കുട്ടിയാണ് കേട്ടോ കീപ്പർ, സുക്രു ബോളറാണ്, സുച്ചേട്ടനാണ് ബാറ്റ്സ്മാൻ. ഹലോ, അപ്പോൾ നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നേരമായിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കട്ടെ. നമ്മുടെ ചപ്പാത്തി മട്ടൻ കറി. മട്ടൻ കറി നമ്മൾ എപ്പോഴും വെക്കാറില്ലല്ലോ, അതുകൊണ്ട് ഇത്തിരി സ്പെഷ്യലാണ് സംഭവം. ഇനിയിപ്പോൾ ഉത്സവമായിട്ട് വീട്ടിൽ ചിലപ്പോൾ മട്ടൻ മേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് മട്ടൻ കറി നല്ല അടിപൊളി പരുവത്തിൽ ഇരിക്കേണ്ട കാണിച്ചു തരാം. ഇത് കണ്ടില്ല, അന്നേരം കണ്ട വെള്ളമൊന്നും ഇപ്പം ഇല്ല, എണ്ണയൊക്കെ തെളിഞ്ഞ അടിപൊളി പരിവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അയിലി എന്നൊക്കെ ഇതിങ്ങനെ ഇഴഞ്ഞല്ല, ഇങ്ങനെ വിണ്ട് വീഴുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കുഴിമന്തിയിലെ ചിക്കനിൽ നിന്ന് ഇങ്ങനെ വീഴില്ല, അതേപോലെ ആയിരുന്നു കേട്ടോ. മട്ടൻ നന്നായിട്ട് വേവണം. അതേപോലെ തന്നെ ആ ഒരു കഴുകുമ്പോൾ നന്നായിട്ട് കഴുകുകയും വേണം. ആ ഒരു ആടിൻ്റെ കുത്ത് അത് നമുക്കുണ്ടെങ്കിൽ ഒട്ടും തിന്നാൻ പറ്റില്ല കേട്ടോ. എനിക്ക് കുട്ടും തിന്നാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 20 പ്രാവശ്യമെങ്കിലും ഞാൻ കഴുകിയിട്ടുണ്ട്. തള്ളല്ല കേട്ടോ, ഭയങ്കരമായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. ചില ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ മട്ടൻ വാങ്ങിക്കുമ്പോഴേ ആ കുത്തുണ്ടാവും. അതുകൊണ്ട് കാശ് കൂടുതൽ നമുക്ക് കൊടുക്കുകയാണെങ്കിലും വലിയ കാര്യത്തിൽ തിന്നാൻ പറ്റാറില്ല. അപ്പോഴത്തേ ഞാൻ രാവിലത്തേക്കുള്ള കുറച്ച് എടുത്ത് ഒരു ബൗളിലെടുത്ത് വെച്ചു. പിന്നെ നമ്മൾ എന്തിട്ടാണ് ചപ്പാത്തി ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഹാളിലേക്ക് കൊണ്ടുപോകണം. എന്തിട്ടാണ് ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട് കേട്ടോ. നടക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല. ആകെ ശരീരമൊക്കെ തളർന്നിട്ട്, കാരണം 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. തുമ്പിക്കുട്ടിക്ക് ഉറക്കാൻ വന്നിട്ട് തുമ്പിക്കുട്ടി അവിടെ കിടന്ന് ചൊറ കളിക്കുകയായിരുന്നു. ചൊറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഹളം വെക്കണമായിരുന്നു. എന്നാലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അവളെ ഉറക്കുള്ളൂ എന്നുള്ളൊരു വാശി കാരണം എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നിനും പറ്റില്ല. അമ്മാതിരി ഞാൻ തളർന്നു പോയി. കാരണം
ഇത്തിരി പണിയും കൂടുതലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ഞാൻ ചപ്പാത്തി ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ട് പിന്നെ ഇനി ചായ ഉണ്ട്, പക്ഷേ ചായ കുടിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഉണ്ടായില്ല. അപ്പം എന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ചായ എടുത്തതാണ് കേട്ടോ. പിന്നെ അച്ചാർ മസ്റ്റാണ്, വെളുത്തുള്ളി അച്ചാറാണ് സുചേട്ടന് ഇഷ്ടം. എനിക്ക് വെളുത്തുള്ളി അച്ചാർ വലിയ ഇഷ്ടമില്ല, പക്ഷേ അച്ചാർ ആയിട്ട് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിട്ട് നല്ല തണുത്ത വെള്ളമുണ്ട്, അതാണ് കേട്ടോ ഞാൻ കുടിച്ചത്. മിക്കതും ഞാൻ തണുത്ത വെള്ളമാണ് കുടിച്ചത്. പിന്നെ സുധിച്ചേട്ടൻ അവിടെ ഇരുന്ന് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തുമ്പിക്കുട്ടി എൻ്റെ അവിടെ ഒരു ഹാൻഡ് ബാഗ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ATM കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അവൾ എടുക്കുകയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത്. അതാണ് ഞാൻ ഇത്ര പരിഭ്രാന്തിയോടെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തുമ്പി എന്നുള്ളൊരു വിളിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കില്ല, അത് കഴിഞ്ഞിട്ട് അവളുടെ വരെ പോവാന്ന്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. അത് ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് വേഗം പോയിട്ട് തുമ്പിടെ വരെ ചെന്നിരുന്നു കേട്ടോ. പക്ഷേ സാധനം സൂപ്പറാണെന്ന് പറയാനായിട്ട് ഞാൻ മറന്നില്ല. അങ്ങനെ അപ്പോൾ സുചേട്ടൻ പറയണതേ അവൾ ബാഗ് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം തിന്നിട്ട് അവളുടെ ബാഗിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. ഹലോ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ. തുമ്പിക്കുട്ടിയും സുധിച്ചേട്ടനും കിടക്കുന്നുണ്ട് അവിടെ. തുമ്പിക്കുട്ടി ഉറങ്ങി, സുചേട്ടൻ ഫോണിൽ നോക്കി അവിടെ ഇരിക്കുന്നുണ്ട്, അല്ല കിടക്കുന്നുണ്ട്. സുക്രൂന് പാട്ട് വെച്ചുതരാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ അവിടെ താലാണ് കേട്ടോ. 5 ദിവസമാണ് ഉത്സവം. അപ്പോൾ ഇന്നലെ എന്തായിരുന്നു, ഇന്നലെ നാടകമായിരുന്നു. ഞാൻ കുഞ്ഞു ഷോർട്സ് ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം താലാണ്. താലത്തിനില്ലേ എല്ലാവരും ബ്ലൂ കളർ ബ്ലൗസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് ഇത്തിരി വൈകിപ്പോയി, മിനിയാന്നായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ തയ്പ്പിക്കാനായിട്ട് 2-3 സ്ഥലത്ത്, എനിക്ക് ഇഷ്ടമുള്ള 2-3 സ്ഥലത്ത് ചെന്നപ്പോൾ പെട്ടെന്ന് കിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. എനിക്ക് ഇഷ്ടമില്ലാത്തടത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഒരു ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉള്ളത് തന്നെ ഇടാം. തുമ്പിക്കുട്ടിക്കും ഞാൻ എൻ്റെ പോലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുമ്പിക്കുട്ടിക്ക് ഇന്നലെ റെഡിമെയ്ഡ് ഒരു പട്ടുപാവാട എടുത്തിട്ടാണ് സ്വയംവരയിൽ നിന്ന്. നല്ല കുഴപ്പമില്ല, ഞാൻ വൈകുന്നേരം റെഡി ആകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തുട്ടാ, അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എനിക്ക് എൻ്റെ ഫുൾ കൈ അജ്റക്കിൻ്റെ ഒരു പട്ടുപാവാട ഉണ്ട്, അപ്പോൾ അതിടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കിളിച്ചുണ്ട മാമ്പഴം. അതിൻ്റെ ക്ലൈമാക്സ് ഞാൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അപ്പോൾ എനിക്ക് കാണുമ്പോൾ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് കാണാണ് കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. മട്ടൻ കറി അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാനല്ല, പിന്നെ സുചേട്ടനും മുക്കാഭാഗം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ മട്ടനാണ്, നല്ലോണം വെന്ത് നല്ല നമ്മുടെ എന്തിട്ടാണ് എല്ലിൽ നിന്നൊക്കെ ഇങ്ങനെ ഉടഞ്ഞുടഞ്ഞ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം വൈകുന്നേരത്തെ താലവിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അല്ലേ സുക്രമണി? വരൂല്ലേ സുക്ര? വൈകുന്നേരം എന്തിട്ടുന്നേ മുണ്ടും ജുബയും. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ചാച്ച ബൈ ബൈ. സീ. ഉത്സവമായിട്ട് ആകെ തിരക്കാണ്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, അതാണ് പൂർണ്ണതയില്ലാത്തത്. പിന്നെ വൈകുന്നേരം ഇടാനുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചില്ലെങ്കിൽ അപ്പോൾ ആ സമയത്തൊന്നും കിട്ടില്ല. അപ്പോൾ എടുത്ത് വയ്ക്കട്ടെ. അപ്പോൾ ഒരു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ചാച്ച ബൈ ബൈ. സീ യു.